ലാലിഗയിൽ കിരീട പോരാട്ടം കടുപ്പിച്ച് FC ബാഴ്സലോണ. ഇന്ന് നടന്ന മത്സരത്തിൽ ബാഴ്സലോണ സെവിയ്യയെ തകർത്തു. 1-4 ഗോളുകളുടെ വമ്പൻ ജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. വിജയത്തോടെ ഒന്നാം സ്ഥാനക്കാരായ റയൽ മാഡ്രിഡുമായുള്ള അകലം 2 പോയിന്റാക്കി കുറയ്ക്കാനും ബാഴ്സലോണയ്ക്കായി. ഇനിഗോ മാർട്ടിനസിന്റെ അസിസ്റ്റിൽ 7-ാം മിനിറ്റിൽ ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് ആദ്യ ലീഡ് നൽകി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ റൂബൻ വർഗാസിന്റെ ഗോളിൽ സെവിയ്യ മത്സരത്തിലൊപ്പമെത്തി. ആദ്യ പകുതി 1-1 അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പകരക്കാരനായി കളത്തിലെത്തിയ ഫെർമിൻ ലോപ്പസ് പെഡ്രിയുടെ അസിസ്റ്റിൽ ബാഴ്സയുടെ ലീഡ് തിരിച്ചു പിടിച്ചു. 55-ാം മിനിറ്റിൽ പാവു കുബാർസിയുടെ അസിസ്റ്റിൽ റഫീഞ്ഞ 3-ാം ഗോളും നേടി. 62-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് റെഡ് കാർഡ് കിട്ടി പുറത്തായി. 10 പേരായി ചുരുങ്ങിയെങ്കിലും ബാഴ്സ കളി കൈവിട്ടില്ല. ഒടുവിൽ 89-ാം മിനിറ്റിൽ എറിക് ഗാർഷ്യ ബാഴ്സയുടെ 4-ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 10 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 508 പാസുകൾ 85% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് സെവിയ്യ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. വിജയത്തോടെ ലാലിഗയിൽ 23 മത്സരങ്ങളിൽ നിന്ന് 48 പോയിന്റുമായി ബാഴ്സലോണ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. 50 പോയിന്റുമായി റയൽ 1-ഉം 49 പോയിന്റുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് 2-ഉം സ്ഥാനത്ത് നിൽക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.